ഇന്ന് കുഞ്ഞിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അവനപ്പം ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കാൻ പോണത് റാഗിയാണ്. കുരവിനോട് നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂബെറീസ് ആണ് കേട്ടോ. മോനിപ്പോൾ 6 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഇത്. ഇനി എങ്ങനെയാണ് നമുക്ക് റാഗി പോർridge പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. മോന് ആവശ്യമായിട്ടുള്ള റാഗി പൊടി ഇട്ട ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് പനങ്കർക്കണ്ട് ഇടുന്നുണ്ട്. ഇത് ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. എന്നും ഇതുപോലെയല്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് ബ്ലൂബെറീസ് ആണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ബെറീസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ റാഗിക്കോടൊപ്പം ആഡ് ചെയ്യാൻ പോകുന്നത് ബ്ലൂബെറീസ് ആണ്. കട്ടയൊന്നും കെട്ടാതെ ലംസ് ഒന്നും ഇല്ലാതെ ആദ്യം നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കലക്കിയെടുക്കുക. അതിനുശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ ഏകദേശം കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞിന് കൊടുക്കുന്ന ബൗളിലേക്ക് മാറ്റാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് കുഞ്ഞിന് കൊടുക്കാം. It's food time. Oh no. Itu ama tara. അവനിത് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ റാഗിക്കോടൊപ്പം ബെറീസ് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം മധുരത്തിനായിട്ട്. ഞാൻ പിന്നെ പനങ്കർക്കണ്ട് ചെറുതായിട്ട് കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, അധികം ചേർക്കുന്നില്ല. കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ ശേഷം അവന് നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് കരുതിയിട്ട് അവർക്ക് നമ്മൾ ഫോർമുല കൊടുക്കുന്നതോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതോ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഡിമാൻഡ് ഫീഡിങ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അത് ചെയ്യുക തന്നെ വേണം. കാരണം കുഞ്ഞുങ്ങളുടെ മെയിൻ സോഴ്സ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഫീഡിങ് തന്നെയാണ്.